ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃതീയ പാഠ മിത്രായ നമഃ എന്ന ലെസണിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ 5 വരെ എഴുതി. 5 എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രാക്കറ്റിൽ കുറേ വേർഡ്സ് കൊടുത്തു. അതിൻ്റെ നമഃ ചേർത്ത് എഴുതാം. ഞാൻ നമഃ ചേർത്ത് എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതാൻ പറഞ്ഞു. നമഃ ചേർത്ത് എഴുതിയിട്ടില്ല. അഗ്നയേ നമഃ. അതുപോലെ എന്തോന്ന് എഴുതിയത്? ആചാര്യായ നമഃ, ആചാര്യൈ നമഃ. ആചാര്യ എന്നുള്ള സ്ത്രീലിംഗമല്ല, ആചാര്യൈ നമഃ. അങ്ങനെ കുറേ എഴുതാറുണ്ടായിരുന്നു. പിന്നെ ത്രിവർണ്ണ പതാകയാ നമഃ, ത്രിവർണ്ണധ്വജായ നമഃ, പിന്നെ ജനകായ നമഃ. അതെല്ലാം അത് കഴിഞ്ഞിട്ട് അടുത്ത 6th ക്വസ്റ്റ്യൻ എന്തോന്നാണ്? കോഷ്ടകേ വിദ്യമാനാനാം. അതിനു മുമ്പ് നോക്കൂ, ഇതം ജ്ഞാനം അപധേയം. അടുത്ത പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ്? ദാനാർത്ഥേ, ദാനാർത്ഥേ എന്ന് പറഞ്ഞാൽ ധാതു വരുമ്പോൾ ദാനാർത്ഥേ തഥാച എച്ച് ധാതു. എച്ച് എന്ന് പറഞ്ഞാൽ എച്ച്, അതും ഗിവിങ് എന്നുള്ള അർത്ഥമാണ്. എച്ച് ധാതു. ഈ 2 ധാതുക്കൾ യോഗേ ചതുർത്ഥി വിഭക്തേഹേ പ്രയോഗ ഭവതി. അതിലും ചതുർത്ഥി വിഭക്തി പറയും. നേരത്തെ നമ്മൾ പഠിച്ചത് നമഃ ചേർത്ത് വരുമ്പോൾ അവിടെ ചതുർത്ഥി വിഭക്തിയാണ്. അപ്പം ഇവിടെ വന്നത് എങ്ങനെയാണ്? അത് മാത്രമല്ല, ദാനാർത്ഥേ, അതുപോലെ യച്ച് ധാതു. അപ്പോൾ ധാതു യച്ച് ധാതു, ഈ 2 ധാതുക്കൾ രൂപങ്ങൾ വരുന്നാലും അവിടെയും എന്ത് വരും? ചതുർത്ഥി വിഭക്തി തന്നെ വരും. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ തന്നെ. പേജ് നമ്പർ 35 ആണ്. ശിക്ഷകഃ ഛാത്രായ പുസ്തകം ദദാതി. ദദാതി എന്ന് പറഞ്ഞാൽ ഗിവിങ്, നൽകുന്നു. അപ്പോൾ ദദാതി എന്ന് പറഞ്ഞാൽ ധാതു അല്ലേ? അപ്പോൾ ധാതു വരുമ്പോൾ എന്ത് വരണം? ചതുർത്ഥി വിഭക്തി. അവിടെ ചതുർത്ഥി വിഭക്തി എങ്ങനെ വന്നു? ശിക്ഷകഃ ഛാത്രായ, കുട്ടിക്ക് വേണ്ടി, പ്ലൂറലല്ല, സിംഗുലർ. ഛാത്രായ പുസ്തകം ദദാതി, പുസ്തകം നൽകുന്നു. അപ്പോൾ ശിക്ഷകഃ, ടീച്ചർ ഈസ് ഗിവിങ് ബുക്ക് ടു ദ സ്റ്റുഡൻറ്റ്. അടുത്തത് ശിക്ഷകഃ, അത് കൊടുത്തിട്ടുണ്ട് അവിടെ. ശിക്ഷകഃ ഛാത്രായ പുസ്തകം യച്ഛതിയാണെങ്കിലും എന്ത് തന്നെ വരും? ചതുർത്ഥി വിഭക്തി. അതുകൊണ്ടാണ് അവിടെ വീണ്ടും ഛാത്രായ വന്നിരിക്കുന്നത്. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന കോഷ്ടകേ വിദ്യമാനാനാം, ബ്രാക്കറ്റ്, കോഷ്ടകം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് വിദ്യമൊക്കെ കൊടുത്തിട്ടുള്ള ശബ്ദങ്ങളുടെ ചതുർത്ഥി വിഭക്തേഹേ രൂപാണി, ചതുർത്ഥി വിഭക്തിയുടെ രൂപം എഴുതി വാക്യാനി പുനഃ ലിഖന്തു, വാക്യം ഫുൾ സെൻറ്റൻസിലാക്കി എഴുതണം. എക്സാമ്പിൾ ഒന്ന് കൊടുത്തിട്ടുള്ളത് സൈനികഃ, ബ്രാക്കറ്റിന് എന്താണ്? ദേശ. ജീവനം പ്രയച്ഛതി. യച്ഛതി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രയച്ഛതി, ഒരു ഉപസർഗം ചേർത്തതാണ്. അപ്പോൾ സൈനികഃ യച്ഛതി വരുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യണം? ചതുർത്ഥി വിഭക്തി വരണ്ടേ? ഏതിലാണ് ചതുർത്ഥി വിഭക്തി? ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്ക് അതിന്. അപ്പോൾ ദേശായ അവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈനികഃ ദേശായ ജീവനം പ്രയച്ഛതി, ജീവൻ നൽകുന്നു. അപ്പം അതുപോലെ ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നോക്കിക്കോളൂ. മാതാ ഒരു യാചകയാണ്. വസ്ത്രം ദദാതി. മാതാ, അമ്മ യാചകനായി ഡ്രസ്സ് നൽകുന്നു, വസ്ത്രം നൽകുന്നു. അപ്പം ദദാതി വന്നു, ധാതു വരുമ്പോൾ ഈ യാചക എന്ത് ചെയ്യണം? ചതുർത്ഥി വിഭക്തി. അപ്പം എങ്ങനെ വരും? യാചക ശബ്ദത്തിൻ്റെ യാചകായ വരും. മാതാ യാചകായ വസ്ത്രം ദദാതി. അടുത്തത് പൗത്രഃ പിതാമഹിയാണ്. പിതാമഹി ഈകാരാന്തമാണ്, അപ്പോൾ വ്യത്യാസം വരും. ഔഷധം ദദാതി. പൗത്രഃ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ചൈൽഡ്, പുത്രൻ്റെ പുത്രൻ. പൗത്രഃ പിതാമഹി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? പിതാമഹിയുടെ ചതുർത്ഥി പിതാമഹ്യൈ. ഔഷധം ദദാതി, ഔഷധം നൽകുന്നു. അപ്പോൾ ദദാതി ഉണ്ട്. പൗത്രഃ
പിതാമഹി ഔഷധം ദദാതി. അവിടെയും ധാതു വന്നു. അപ്പോൾ ചതുർത്ഥി വിഭക്തി വന്നു. അടുത്തത് അഹം, ഇവിടെ ഭഗിനിയാണ് വന്നത്. ഭഗിനി ഇതുപോലെ പിന്നെ മാതാമഹി പോലെ ബഹു ഈകാരാന്തമാണ്. അപ്പം ഭഗിന്യൈ എന്ന് വരുന്നു അല്ലേ. ഭഗിന്യൈ ഉപായനം ദദാതി. ഉപായനം എന്ന് പറഞ്ഞാൽ എന്താ? അഹം, ഞാൻ ഭഗിനിക്കായി ഉപായനം ഗിഫ്റ്റാണ് ദദാമി, നൽകുന്നു. ഇവിടെ ദദാമി വരാൻ കാരണം എന്താ? അഹം വന്നതുകൊണ്ട്. അപ്പം അഹം ഭഗിനി ആരാ? സിസ്റ്റർ. ഭഗിന്യൈ ഉപായനം ഗിഫ്റ്റ്. ഉപായനം ദദാമി. അടുത്തത് പിതാ സേവികയാണ്. വേതനം ദദാതി. പിതാ, അപ്പോൾ പിതാവ്, ഫാദർ. സേവിക എന്ന് പറയുമ്പോൾ സേവനം ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. അപ്പോൾ സേവികായൈ വേതനം ദദാതി. അടുത്ത നോക്കിക്കോളൂ. ത്വം ബ്രാക്കറ്റിൽ മിത്ര, പുഷ്പം ദദാസി. ത്വം വന്നതുകൊണ്ടാണ് ദദാസി മധ്യമപുരുഷം വന്നു അല്ലേ. ത്വം നീ പുഷ്പം ദദാതി, പൂവ് നൽകുന്നു. ഗിവിങ് ഫ്ലവർ. ടു ഹൂം, ആർക്ക്? മിത്ര. മിത്ര ശബ്ദത്തിൻ്റെ ചതുർത്ഥി മിത്രായ. ത്വം മിത്രായ പുഷ്പം ദദാസി. മിത്രായ പുഷ്പം ദദാസി. അടുത്തത് ദേവഭക്തയാണ് ബ്രാക്കറ്റിൽ. ആശീർവാദം ദദാതി. ഇവിടെയും ധാതു വന്നു. ദദാതി ഗിവിങ്. ദേവൻ ആശീർവാദം അനുഗ്രഹിക്കുക. അപ്പോൾ അതെന്ന് പറയും ഭക്ത. ദദാതി വന്നതുകൊണ്ട് ഭക്ത എന്നുള്ളതിൻ്റെ ചതുർത്ഥി ഭക്തായ. ഭക്തായ ആശീർവാദം ദദാതി. അടുത്തത് ആരക്ഷക. ഇവിടെ ദേവഹ. ആരക്ഷക ചോര. ദണ്ഡം ദദാതി. ആരക്ഷകരാണ്? സെക്യൂരിറ്റി ഗാർഡില്ലേ, ഗാർഡ്. ആരക്ഷക ചോര. കള്ളൻ, തീഫ്. ദണ്ഡം പണിഷ്മെന്റ്, അല്ലെങ്കിൽ അടിക്കുന്നു, പണിഷ്മെന്റ്. ദദാതി ഗിവിങ് അല്ലേ. അപ്പം ആരക്ഷക ചോര എന്ന് പറയുമ്പോഴത്തേക്ക് അകാരാന്തമാണല്ലേ. അപ്പം ചോരായ ദണ്ഡം ദദാതി. അപ്പം മനസ്സിലായില്ലേ? ധാതു വരുമ്പോഴത്തേക്ക് അത് അതിൽ ചതുർത്ഥി വിഭക്തിയാണ് പ്രയോഗിക്കേണ്ടത്. അത് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇത് നൗണിന്
ചതുർത്ഥി വിഭക്തിയെ വരികയുള്ളൂ. അതാണ് ഇവിടുത്തെ ഇത്രയും ഉദാഹരണത്തിലൂടെ മനസ്സിലായത്. അടുത്തത് 7th ക്വസ്റ്റ്യൻ ആണ്. ഉദാഹരണാനുസാരം മാതാ കസ്മൈ കസ്യൈ. കസ്മൈ ആർക്ക് വേണ്ടി, ആർക്കായിക്കൊണ്ട്, കസ്യൈ ആർക്കായി, രണ്ടും ഒന്ന് തന്നെ. ഒന്ന് സ്ത്രീലിംഗം, ഒന്ന് പുല്ലിംഗം. ധനം ദദാതി, ആർക്കാണ് ധനം കൊടുക്കുന്നത്? ഇതി കോഷ്ടകേ വിദ്യമാനാനി പദാനി ഉപയുജ്യ ലിഖന്തു. അവിടെ നടുക്ക് ആദ്യം മാതാ എന്നുള്ള കൊടുത്തിട്ടുണ്ട്, പിന്നെ മിഡിൽ എന്ത് കുറേ വേർഡ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചതുർത്ഥി വിഭക്തിയാക്കേണ്ടുന്നത്. പിന്നെ ഇപ്പുറത്ത് ലാസ്റ്റ് എന്ത് തന്നിരിക്കുന്നു? ദദാതി, ഗിവിങ്. ഈസിയാണത്. എന്ത് നൽകുന്നു? ധനം ദദാതി. അപ്പം ആർക്ക് ധനം ദദാതി എന്ന് പറയണം. അപ്പം മാതാ ആദ്യത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് പുത്രിയാണ്. പുത്രിയുടെ ചതുർത്ഥി വിഭക്തി. അപ്പം എങ്ങനെ വരും? പുത്രേയി, പുത്രേയി അവിടെ കൊടുത്തിട്ടുണ്ട്. മാതാ പുത്രേയി ധനം ദദാതി. 36 പേജ് നമ്പർ 36 ആണ് ടോപ്പിൽ. അടുത്ത സെക്കൻഡ് വൺ മാതാ പുത്രഹയാണ്. പുത്രഹ അകാരാന്ത പുല്ലിംഗ ശബ്ദമല്ലേ. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ്? മാതാ പുത്രായ ധനം ദദാതി. മാതാ പുത്രായ ധനം ദദാതി. ഈസിയല്ലേ അത്? അത് നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നുള്ളൂ, പറഞ്ഞാൽ തരുന്നതുള്ളൂ, എഴുതുന്നില്ല. അടുത്ത നെക്സ്റ്റ് 3 തേർഡ് വന്നിട്ട് പാചിക. അപ്പോൾ എങ്ങനെ വരും? ആ ദീർഘാകാരാന്ത സ്ത്രീലിംഗമാണ്. അപ്പം പാചികായൈ. അപ്പം മാതാ പാചികായൈ ധനം ദദാതി. അടുത്ത വന്ന് ആപണികഹ. ആപണികഹ എന്താണ്? കച്ചവടക്കാരൻ. മാതാ ആപണികായൈ. ആപണികായൈ അല്ല, ആപണിക്കഹയാണ്. അപ്പോൾ അത് അകാരാന്ത പുല്ലിംഗമാണ്. അപ്പോൾ എങ്ങനെ വരും? ആപണികായ, ആപണികായ എന്നേ വരുള്ളൂ, മറ്റേ സ്ത്രീലിംഗമല്ല. ആപണിക്കഹ ആണ്. ആപണികായ. അപ്പം മാതാ ആപണികായ ധനം ദദാതി. അടുത്തത് മാതാ യാചകഹയാണ്. അതും അകാരാന്ത പുല്ലിംഗം. യാചകായ. മാതാ യാചകായ ധനം ദദാതി. അടുത്തത് മാതാ ലാസ്റ്റ് എന്താണ്? പിതാമഹി. പിതാമഹ്യൈ. പിതാമഹ്യൈ. പിതാമഹ്യൈ ധനം ദദാതി. ഈസിയല്ലേ അത്? അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ എഴുതാം. അടുത്ത നോക്കിക്കോളൂ. ഉദാഹരണാനുസാരം റിക്തസ്ഥാനാനി പൂരയന്തു. ഇത് ഞാൻ പഠിപ്പിച്ചുകൊടുക്കുന്ന പല പ്രാവശ്യം പറഞ്ഞു. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ചതുർത്ഥി വിഭക്തിയുടെ ഏകവചനം, ദ്വിവചനം, ബഹുവചനമാണ് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഗണേശായ, ഗണേശാഭ്യാം, ഗണേശേഭ്യഃ. അതുപോലെ എഴുതുക. ഭക്തയാകുമ്പോൾ എങ്ങനെയും? ഭക്തായ, ഭക്താഭ്യാം, ഭക്തേഭ്യഃ. സൈനിക. സൈനിക എന്ന് പറയുന്നത് സേവിക. സൈനികയല്ല, സേവിക. സേവിക സ്ത്രീലിംഗമല്ലേ. അപ്പം സേവിക എങ്ങനെ വരും? സേവികായൈ ആണ് വരുന്നത്. സേവികായൈ. സേവികായൈ. പിന്നെ സേവികാഭ്യാം, സേവികാഭ്യഃ. താഴെ എഴുതാം, ഇവിടെ തികയില്ല. സേവികാഭ്യഃ. ഇങ്ങനെയാണ് സ്ത്രീലിംഗം വരുന്നത്. സേവിക എന്നുള്ള സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ്. മറ്റേ നമ്മളെങ്ങനെ പറഞ്ഞു? ആദ്യത്തെ വന്നത് ഗണേശഹയാമം, ഗണേശായ, ഗണേശാഭ്യം, ഗണേശേഭ്യഃ. ഗണേശേഭ്യഃ. ഇവിടെ സേവികായൈ, സേവികാഭ്യ, സേവികാഭ്യഃ ആണ് വന്നത്. അടുത്ത എന്തോന്നാണ്? അനുജ. അത് സ്ത്രീലിംഗമാണ്. അനുജ, അനുജായൈ, അനുജാഭ്യാം, അനുജാഭ്യഃ. അത് ഇതുപോലെ തന്നെ വരുന്നത്. അനുജായൈ, അനുജാഭ്യാം, അനുജാഭ്യഃ. അത് കഴിഞ്ഞ് അടുത്തത് ഗൃഹിണി. ഗൃഹിണി. ഗൃഹിണി എന്ന് പറഞ്ഞാൽ എന്താ? ഹൗസ് വൈഫ് എന്നുള്ള അർത്ഥത്തിലാണ്. ഗൃഹിണി. ഈ കാരാന്തമാണ്. ഗൃഹിണി എങ്ങനെ വരും? ഗൃഹിണ്യൈ.
ഗൃഹിണീഭ്യാം ഗൃഹിണീഭ്യഃ ഗൃഹിണീഭ്യഃ ഈ കാരാന്തം ഇതുപോലെയാണ് വരുന്നത്. അടുത്ത വന്നിട്ട് കുമാരി. ഇതുപോലെ തന്നെ കുമാരി. അപ്പോൾ എങ്ങനെ വരും? കുമാരിയൈ. ഇതുപോലെ ഗൃഹിണ്യൈ പോലെ കുമാരിയൈ, കുമാരീഭ്യാം, കുമാരീഭ്യഃ. പിന്നെ വനം എന്ന് പറഞ്ഞാൽ നപുംസകലിംഗമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു പുല്ലിംഗം പോലെയാണ്. വനം എന്ന് പറഞ്ഞാൽ വനായ, വനാഭ്യാം, വനേഭ്യഃ. ആദ്യത്തതുപോലെ അത് ഞാൻ ആദ്യം ഗണേശായ പോലെ വനായ, വനാഭ്യാം, വനേഭ്യഃ. അത് കഴിഞ്ഞിട്ടെടുത്ത മിത്ര അതുപോലെ തന്നെ മിത്രായ, മിത്രാഭ്യാം, മിത്രേഭ്യഃ. ഈസിയല്ലേ? അത് നിങ്ങൾക്ക് എഴുതാം. പിന്നെ അടുത്തിവിടെ കൊടുത്തിരിക്കുന്ന കുറേ പിന്നെ യോഗാസനത്തിലെ ചില ആസനങ്ങളുടെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ചുമ്മാ നോക്കിയാൽ മതി. വജ്രാസനം, പത്മാസനം, പശ്ചിമോത്താനാസനം, ഹലാസനം, താടാസനം, ഇങ്ങനെ പല ആസനങ്ങളുടെ പേരുകളാണത്. അടുത്ത ലാസ്റ്റ് വരുന്നത് ധാധാതു വരുമ്പോഴാണ് എന്താണ് അതിലവിടെ ചതുർത്ഥി വിഭക്തി വരുന്നത്. അപ്പം ധാതുവിൻ്റെ ടെക്സ്റ്റിൽ നോക്കൂ. ടെക്സ്റ്റിൽ പേജ് നമ്പർ 38 38 രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. 38 രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ധാതു പരസ്മൈപതിയുണ്ട്, ആത്മനേപതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ആദ്യത്തത് പിന്നെ പ്രഥമ പുരുഷനാണ് ആദ്യത്തത്, രണ്ടാമത്തെ മധ്യമ പുരുഷ, മൂന്നാമത്തെ ഉത്തമ പുരുഷ. ഇത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാതെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പം ധാതു എന്ന് വെച്ചാൽ ഗിവിങ് എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ പ്രഥമ പുരുഷ എങ്ങനെ ദദാതി, ദത്തഃ, ദദതി, ദദാതി, ദത്തഃ, ദദതി. മധ്യപുരുഷം വരുമ്പോൾ ദദാസി, ദത്തഃ, ദത്ത. ഉത്തമപുരുഷം വന്നപ്പോൾ ദദാമി, ദദ്വഃ, ദദ്മഃ, ദദ്വഃ, ദദ്മഃ. മനസ്സിലായില്ലേ? അതുപോലെ അടുത്തത് ധാതുവിൻ്റെ ലോട്ട് എങ്ങനെ വരുമെന്നാണ്. പടുധാതുവിൻ്റെ ലോട്ട് എങ്ങനെ, പടധാതുവിൻ്റെ ലട്ട് എങ്ങനെ വന്നു? പടതി, പടതഃ, പടന്തി. മധ്യപുരുഷം വന്നു പടസി, പടതഃ, പടഥ. ഉത്തമപുരുഷൻ പഠാമി, പഠാവഹ, പഠാമഹ. അപ്പോൾ ആ പടുധാതുവിൻ്റെ ലോട്ട് എങ്ങനെ വന്നു? പടതു, പടതു, പടതാം, പടന്തു. പഠ, പടതം, പടത. പഠാനി, പഠാവ, പഠാമ. അതുപോലെയാണ്. അപ്പോൾ അതുപോലെ ഇവിടെ നോക്കിക്കോളൂ. ധാതുവിൻ്റെ ലോട്ട് എങ്ങനെ വരുന്നു എന്നാണ് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതാണ്. പ്രഥമപുരുഷൻ, മധ്യപുരുഷൻ, ഉത്തമപുരുഷൻ, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ദദാതു, പടതു പോലെ ദദാതു, ദത്താം, ദദതു. അടുത്തത് മധ്യപുരുഷൻ ദേഹി, ദത്തം, ദത്ത. ഉത്തമപുരുഷൻ ദദാനി, ദദാവ, ദദാമ. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിൽ പഠിച്ചത് നമഃ എന്ന ശബ്ദത്തിനോട് കൂടി ഏത് വിഭക്തിയെ വരികയുള്ളൂ? ചതുർത്ഥി വിഭക്തിയെ വരികയുള്ളൂ. അത് എപ്പോഴായാലും അങ്ങനെ വരികയുള്ളൂ. അതുപോലെ ധാതുവിനോടുകൂടിയും, ധാതു എന്ന് പറയുമ്പോൾ ദദാതി, അതിനോടുകൂടിയും എന്തേ വരികയുള്ളൂ? ചതുർത്ഥി വിഭക്തി. പിന്നെ യച്ച് ധാതു അത് വന്നാലും ചതുർത്ഥി വിഭക്തിയാണ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.